ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റിൽ മിക്സഡ് ആയിട്ടുള്ളൊരു പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാരണം വേൾഡ് മാർക്കറ്റിൻ്റെ പോസിറ്റീവ് ന്യൂസ് കാരണവും പല രീതിയിലുമാണ് മാർക്കറ്റ് ഇന്ന് ബിഹേവ് ചെയ്തിരിക്കുന്നത്. പല സെക്ടേഴ്സ് ഒന്ന് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി ഇന്ന് വീണ്ടും 12 പോയിൻറ്റ്സ് ഉയർന്ന് 24,346 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് 55,115 ക്ലോസ് ചെയ്തപ്പോൾ 28 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 419 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 53,705 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 7 പോയിൻറ്റ്സിൻ്റെ കുറവ് ഉണ്ടായിട്ടുള്ളതെന്ന് 16,441 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 15 നിഫ്റ്റി ബാങ്കും ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഇന്ന് 18.25 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 259 പോയിൻറ്റ്സ് ഉയർന്ന് 80,501 ക്ലോസ് ചെയ്തു. DIFI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DIFIയും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. DII 3,290 കോടി രൂപയുടെ ബൈ ചെയ്തപ്പോൾ FII 2,769 കോടി രൂപയുടെ ബൈ ആണ് നടത്തിയത്. ഈ ആഴ്ചത്തെ DIFI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച രണ്ടുപേരും ബൈ ആയിരുന്നു. DII 9,269 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു ടോട്ടൽ വീക്കിൽ. അതുപോലെ FII 7,680 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അദാനി പോർട്സ് വിഴിഞ്ഞം പോർട്സിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിനനുബന്ധിച്ച് 4.37% ഗെയിൻ ഉണ്ടായി. ബജാജ് ഫിനാൻസ് ഇന്ന് 2.70% റാലി നടത്തി. ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.44%, SBIN 1.41%, Indelco 1.32%, Reliance 1.25%, Tata Motors 1.20%, Maruti 1.09%, ITC 0.82% ആൻഡ് ഇറ്റേണൽ 0.81% റാലിയാണ് നടത്തിയത്. എന്നാൽ ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ JSW സ്റ്റീൽ 5.81% വലിയൊരു ഇടിവാണെന്ന് കണ്ടത്. ബജാജ് ഓട്ടോ 2.75% ഇടിവ് രേഖപ്പെടുത്തി. ഏഷ്യ മോട്ടോഴ്സ് 2.50%, HDFC ലൈഫ് 2.31%, ഹീറോ മോട്ടോകോപ്പ് 2.26%, നെസ്ലെ ഇന്ത്യ 2.11%, NTPC 1.71%, ടൈറ്റൻ 1.47%, ശ്രീറാം ഫിനാൻസ് 1.34% ആൻഡ് സിപ്ല 1.30% കുറവാണെന്ന് കണ്ടത്. ഇതൊരു ബൈയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, ഇത് ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ നമ്മൾ ന്യൂസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ 22 മെയിൽ 530 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,346 നിൽക്കുമ്പോൾ 8.06% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,742 നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് 24,346 നിൽക്കുമ്പോൾ 2.54% പ്രോഫിറ്റ് കാണാൻ സാധിക്കും. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,328 ആയിരുന്നു ക്ലോസ് ചെയ്തത്. ട്യൂസ്ഡേ 24,335, വെനസ്ഡേ 24,334, തേഴ്സ്ഡേ ഹോളിഡേ ആയിരുന്നു. ഇന്ന് ഫ്രൈഡേ 24,346 ക്ലോസ് ചെയ്തു. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,192 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,651 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മിക്സഡ് ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. പല സെക്ടേഴ്സും ഗ്രീനിലായപ്പോൾ ചില സെക്ടേഴ്സ് റെഡിലാണെന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 21 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 2286 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 34,138 ക്ലോസ് ചെയ്തപ്പോൾ 102 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. എന്നാൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 38 പോയിൻറ്റ്സ് ഉയർന്ന് 26,151 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 56,252 ക്ലോസ് ചെയ്തപ്പോൾ 193 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 85 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 13,968 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 8 പോയിൻറ്റ്സ് ഉയർന്ന് 8794 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 35,891 ക്ലോസ് ചെയ്തപ്പോൾ 96 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 7 പോയിൻറ്റ്സ് ഉയർന്ന് 1521 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 8518 ക്ലോസ് ചെയ്തപ്പോൾ 63 പോയിൻറ്റ്സിൻ്റെ കുറവൊന്നുണ്ടായി. എന്നാൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 81 പോയിൻറ്റ്സ് ഉയർന്ന് 11,261 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ ഇന്ന് 145 പോയിൻറ്റ്സ് കുറഞ്ഞ് 21,627 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 12 പോയിൻറ്റ്സ് ഉയർന്ന് 6,554 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 881 ക്ലോസ് ചെയ്തപ്പോൾ
4 പോയിൻറ്റ്സിൻ്റെ കുറവാണെന്ന് കണ്ടത്. ഇതാണ് പ്രധാനമായിട്ടുള്ള ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.